പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ അത്ഭുതകരമായ ദൈവശക്തി ഈ മണ്ണിലേക്ക് വെളിപ്പെടണമേ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടണമേ എന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയാൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 ഒരു പുതിയ അഭിഷേകം ഈ ദൈവമക്കളിലേക്ക് വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഈ ശുശ്രൂഷ സമയത്ത് ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, ഓരോ വ്യക്തികളിലും പ്രവർത്തിക്കട്ടെ, ഒരു പുതിയ അഭിഷേകമായിട്ട് പ്രവർത്തിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ശരീരത്തിന്റെ നിയന്ത്രണം, ഞങ്ങളുടെ മനസ്സിന്റെ ആത്മാവിന്റെ നിയന്ത്രണം, ഈ അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടിക്കേ. ആമേൻ, ആമേൻ. സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ കൈകൾ ഉയർത്തി കൈയടിച്ച് ആമേൻ. യേശുവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പാടിക്കേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. പെയ്തിറങ്ങി വാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് പെയ്തിറങ്ങാൻ പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ, ദൈവിക കൃപ കൊണ്ട് നിറയപ്പെടട്ടെ, എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ, ശാരീരിക ഭാരങ്ങൾ മാറട്ടെ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറട്ടെ, പരസ്പരമുള്ള സംശയങ്ങൾ മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരെയും ചിന്തകളെ ഭരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഇടതുകരം ഉണ്ടെങ്കിൽ ഇടതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. കൈകളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയം കർത്താവിൻ്റെ ആത്മാവ് അത്രമേൽ ശക്തമായി നമ്മളിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കും കർത്താവ് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ശുശ്രൂഷയാണ്. അതാണ് ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ അത്രമേൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. ഇത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല. കർത്താവ് അങ്ങനെയാണ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മളോട് പറയുന്നത്. ഇത് വെറുതെ കാണാനും ഇത് വെറുതെ കേട്ടോണ്ടിരിക്കാനല്ല. നമ്മൾ വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരാണ്, നമ്മളിങ്ങനെ വെറുതെ കേട്ടോണ്ട് പോകും. അങ്ങനെ കേട്ടോണ്ട് പോകാനല്ല,
മറിച്ച് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ മേൽ പ്രവർത്തിക്കും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നന്നായിട്ട് ഈ ശുശ്രൂഷയോട് സഹകരിക്കണം. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സ്വർഗം സമ്മാനിക്കുന്ന ഒരു അത്ഭുത വചനമാണെന്ന് വിശ്വസിക്കുക. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചേ, കണ്ണടച്ചോ, എന്റെ കൂടെ ഈ വചനം നേറ്റു പറഞ്ഞേ. നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും, എന്തു ചെയ്യാൻ കഴിയും. കണ്ണുകളടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ പല പല കാര്യങ്ങളെയും ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നവര് ദാ ഇവിടെ ഉണ്ടല്ലോ. നീ എന്തിനെ ഓർത്തുകൊണ്ടാണ് ഭയപ്പെട്ടിരിക്കുന്നത്? നിന്റെ ധൈര്യം നിനക്ക് ചോർന്നു പോയോ? നീ വിശ്വസിക്കുക, നിനക്കൊരു സഹായകനുണ്ട്. കർത്താവാണ് എൻ്റെ സഹായകൻ. നീ നിന്നോട് തന്നെ വിശ്വസിച്ച് ഏറ്റുപറയുക. ഒരു പക്ഷേ ചില സാമ്പത്തിക പ്രതിസന്ധിയാവും, നിന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നു, ഞെരുക്കുന്നു. ആരെന്നെ സഹായിക്കുമെന്ന് നീ നിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം ഉണ്ടാവും. ആരെൻ്റെ കൂടെ നിൽക്കും? ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥ ഇതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ദുരിതമാണല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നീ നിന്നോട് തന്നെ പറയുക, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. തുടർന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു, ഇടതുകരം നെഞ്ചോട് ചേർത്ത് സങ്കീർത്തനം 121 ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണേ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകൾ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പല ജീവിത അനുഭവങ്ങൾക്ക് മുമ്പിൽ ആകാശത്തിലേക്ക് ഇങ്ങനെ കണ്ണുയർത്തി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, ഇനി ഞാൻ എന്തു ചെയ്യും? ആരെന്നെ സഹായിക്കും? ആർക്കെന്നെ മനസ്സിലാകും? ആരെൻ്റെ കൂടെ നിൽക്കും? നീ വിശ്വസിക്കണം, ആരും സഹായിക്കാനില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ദൈവം ഒരു വഴി തുറക്കുകയാണ്. മനുഷ്യരുടെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിനക്കൊരു നേട്ടവുമില്ല. 2 കരങ്ങളും ഉയർത്തി കണ്ണടച്ച് നീ നിന്നോട് തന്നെ പറയണം, ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടമില്ല. മനുഷ്യരിൽ ഞാൻ വിശ്വസിച്ച് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടമില്ല. മറിച്ച് വിശ്വസിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിലാണ്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം ഒരിക്കലും എന്നെ ചതിക്കുകയില്ല. മനുഷ്യർ ഒരുപക്ഷെ നിന്നെ ചതിക്കുമായിരിക്കും. ചില വാക്കുകൾ പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കുമായിരിക്കും, നിന്നെ കരയിപ്പിക്കുമായിരിക്കും, നിന്റെ ഉറക്കം കളയുമായിരിക്കും. എന്നാൽ ദൈവം ഒരിക്കലും നിന്റെ ഉറക്കം കളയുകയില്ല. ദൈവം ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. നിനക്ക് വിശ്വസിക്കാവുന്ന, പരിധിയില്ലാതെ നിന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവം, ആരും സഹായത്തിനില്ലെങ്കിലും ദൈവം നിനക്ക് കൂടെയുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായി തിരിച്ചറിയണം.
ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരും സഹായമില്ലെങ്കിലും കർത്താവേ, അങ്ങ് എൻ്റെ മേൽ സഹായമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി എൻ്റെ മേൽ സഹായകരമായിട്ട് വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ നീ വിശ്വസിക്കുന്നു. ചേർന്ന് നമുക്ക് ഈ വരികളൊന്ന് പാടി പ്രാർത്ഥിച്ചേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എല്ലാവരും വിശ്വസിക്കണം ഈ വരികൾ. ആരും സഹായമില്ലെങ്കിലും പാരില് മനുഷ്യര് കണ്ടും കാണാതെയും പോകുന്നവര്. നീ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച ആ വരികളൊന്ന് പഠിച്ചേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ചേർന്ന് പാടിക്കേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായമുണ്ട്. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോറ്റിയിടും. ചേർന്നറിയാവുന്ന ഒരു പാടിക്കേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോറ്റിയിടും. അപ്പനും അമ്മയും വീടും ധനങ്ങളും എല്ലാം നിനക്ക് നഷ്ടപ്പെടാം. പക്ഷെ കർത്താവ് ഒരിക്കലും നിന്നെ വിട്ടുപിരിയത്തില്ല. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പാടിക്കേ. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേവരെ എന്നെ പോറ്റി വളർത്തിയ ദൈവം. വിശ്വസിച്ച് പാടണം. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി വളർത്തിയ ദൈവം. എന്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോറ്റിയിടുന്നു. എന്റെ ദൈവം പാടിക്കേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോറ്റി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്കെന്നും സഹായകനായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ദൈവമേ, ആരും സഹായിക്കാനില്ലാത്തപ്പോൾ എന്റെ കൂടെ അങ്ങോട്ടൊന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരെന്നെ ചതിക്കും, മനുഷ്യരെന്നെ പറ്റിക്കും, മനുഷ്യരെന്നെ കരയിപ്പിക്കും. പക്ഷെ ദൈവമേ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഒരിക്കലും പറ്റിക്കാത്ത, എന്നെ ഒരിക്കലും നശിപ്പിക്കാത്ത, എന്നെ ഒരിക്കലും ഇരുട്ടിട്ട് പോകാത്ത എന്റെ ദൈവം, സർവശക്തനായ ദൈവം. ഓ ദൈവമേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങ് എന്റെ കൂടെയുണ്ട്. കർത്താവേ, എന്റെ സഹായകനായ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ചേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരുമില്ല. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസം. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ.
സങ്കീർത്തനം 121 തിരുവചനം. നീ വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഈ ശുശ്രൂഷ സമയത്ത് നീ ഇന്ന് കടന്നുപോയ ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലും, ഒറ്റപ്പെട്ടുവെന്ന് കരുതുന്ന അവസ്ഥയിലും, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആരെന്നെ സഹായിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഇതാ നിന്റെ മുമ്പിൽ ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ. ദൈവം തുണ. നീ വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവ്, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ആമേൻ.